നർമ്മഭാവന സപ്ലി. തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ എനിക്കുണ്ടായ കയ്പും മധുരവും നിറഞ്ഞ ഒരനുഭവം ഹാസ്യത്തിൻ്റെ മേമ്പടിയോടെ എന്നെ തന്നെ ട്രോളിക്കൊണ്ട് ഈ കഥയിലൂടെ പറയാൻ ശ്രമിക്കുകയാണ്. നിനക്കിത് വേണം. കുറേ ഉഴപ്പിയതല്ലേ, ഭിഗത്തോ. മലയാളവും ഹിന്ദിയും കലർന്ന ഭാഷയിൽ എന്നെ ചീത്ത വിളിക്കുന്നത് മറ്റാരുമല്ല, എൻ്റെ മനസ്സു തന്നെയാണ്. കോളേജിലെ നോട്ടീസ് ബോർഡിന് മുന്നിൽ ടോട്ടൽ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് ഞാൻ. കൊറോണ കാലത്ത് നാട്ടിൽ വന്ന് ഇനി തിരികെ പാതാളത്തിലേക്ക് വാക്സിൻ എടുത്തു പോകണോ അതോ കൊറോണയും കൊണ്ട് പോകണോ എന്ന കൺഫ്യൂഷനിൽ നിൽക്കുന്ന മാവേലിയെ പോലെ. കാര്യം പച്ചയായി പറയാം. എഞ്ചിനീയറിങ്ങിൻ്റെ ഫൈനൽ സെമസ്റ്റർ പരീക്ഷയിൽ ഞാൻ പൊട്ടി. അതും ഒന്നല്ല, 2 പേപ്പറിൽ. എൻ്റെ കൂട്ടുകാരൻ ജോൺസൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തലയുടെ ഓടരിക്കുന്ന അനുഭവം. പക്ഷേ എന്തോ എനിക്കതത്ര വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിച്ചേ പറ്റൂ. നീ പൊട്ടി, ഞാൻ ജയിച്ചു. നീ ഇപ്പോൾ വെറും പ്രീ ഡിഗ്രി പാസ്. ഇല്ലാത്ത പൈസ കടം വാങ്ങി പാതിരാത്രിക്ക് ടൗണിലെ തട്ടുകടയിൽ നിന്ന് ഇഷ്ടംപോലെ തട്ടുദോശയും ഓംലറ്റും വാങ്ങിച്ചു കൊടുത്ത ചങ്കാണ് പുറകിൽ നിന്ന് അത് പറഞ്ഞത്. അല്ലെങ്കിലും കട്ടയ്ക്ക് നിൽക്കുന്നവരുടെ പെട്ടയ്ക്ക് തട്ടുന്നവരാണല്ലോ ചങ്കുകൾ. ഞാൻ പൊട്ടിയ വിവരം പരന്നതിൻ്റെ വേഗം കണ്ട് കാട്ടുതീ പോലും നാണിച്ചുപോയി. ക്യാൻറ്റീനിലെ രാവണൻ, ഫിസിക്സ് ലാബിലെ പഴയൊരു കണക്കു തീർക്കാൻ ആയുധം മൂർച്ച കൂട്ടിയിരുന്ന വറുതുട്ടി, എനിക്കൊരടി പറ്റാൻ കാത്തിരുന്ന ചില ജൂനിയർ പിള്ളേർ, എൻ്റേതല്ലാത്ത കാരണത്താൽ എന്നെ ഉഴപ്പനായി കണ്ട ചില ടീച്ചർമാർ, എന്തിന് തോറ്റ മാർക്ക് ലിസ്റ്റ് ഒപ്പിട്ട് വാങ്ങാൻ ചെന്നപ്പോൾ സിവിൽ ലാബിലെ ചേച്ചി പോലും എന്നെ പുച്ഛത്തോടെ നോക്കിയപ്പോഴാണ് എഞ്ചിനീയറിംഗ് ഡിഗ്രിയുടെ വില എനിക്ക് ആദ്യമായി മനസ്സിലായത്. അതില്ലാത്തവൻ്റെ വിലയില്ലായ്മയും. കോളേജിലെ ക്യാൻറ്റീൻ പരിസരം പ്രേമാവൃതമായതൊന്നും ഞാൻ അറിയുന്നില്ല. മൊത്തത്തിലൊരു മരവിപ്പ്. ആകെ ഒരാശ്വാസം അന്നെന്നെ തേച്ചിട്ട് പോകാൻ മാത്രം വേണ്ടപ്പെട്ട ആരും എനിക്കുണ്ടായിരുന്നില്ല എന്നതാണ്. ഇത് കോളേജ് കോമ്പൗണ്ടിനകത്തെ കാര്യം. അച്ഛനോടും അമ്മയോടും എന്തു പറയും? എഞ്ചിനീയർ കുപ്പായവും ഇട്ട് ഇനി ഞാൻ കോൺട്രാക്ടർ ഗോപിയേട്ടൻ്റെ മുന്നിൽ എങ്ങനെ എത്തും? നാട്ടുകാരുടെ മുഖത്തെങ്ങനെ നോക്കും? പിന്നെ ബന്ധുക്കൾ. വീട്ടിൽ ഭാഗ്യത്തിനൊരു പൊട്ടിത്തെറി ഉണ്ടായില്ല. മമ്മൂട്ടിയുടെ അമരമിറങ്ങിയ സമയമാണ്. തെളിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയെ തെളിക്കുക എന്ന തന്ത്രം അവർ ടാക്റ്റിക്കലായി നടപ്പാക്കി. എന്നെക്കൊണ്ട് സപ്ലി എഴുതിയെടുപ്പിക്കാൻ ഗൾഫിൽ നിന്ന് ഓഫറുണ്ടെന്ന് പറഞ്ഞെന്നെ അവർ മോഹിപ്പിച്ചു. അതേസമയം പുതിയ ജീവിത സാഹചര്യവുമായി സമരസപ്പെടാൻ തന്ത്രം മെനയുന്ന തിരക്കിലായിരുന്നു ഞാൻ. വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് എത്താൻ ഊടുവഴികൾ ഞാൻ തേടി. മഴയും വെയിലും തീരെയില്ലെങ്കിൽ പോലും കുട ചൂടി നടക്കാനും പരിചയക്കാരെ കാണുമ്പോൾ സൗകര്യപൂർവ്വം മഴക്കുട മറക്കുടയാക്കാനും ഞാൻ പഠിച്ചു. രാത്രി വൈകി സൈറ്റിൽ നിന്ന് വീട്ടിലെത്തുക, കല്യാണങ്ങൾക്കും മറ്റാവശ്യങ്ങൾക്കും പോകാതെ മുങ്ങി നടക്കുക തുടങ്ങി തലയിൽ മുണ്ടിട്ട് നടക്കാനുള്ള പോസിബിലിറ്റി വരെ ഞാൻ ആരാഞ്ഞുകൊണ്ടിരുന്നു. എൻ്റെ അവസ്ഥയെ അന്നൊക്കെ ഞാൻ താരതമ്യം ചെയ്തുകൊണ്ടിരുന്നത് അന്നത്തെ എല്ലാവരുടെയും ആരാധ്യ പുരുഷനായിരുന്ന ഹർഷത് മേത്തയുടെ പിടിക്കപ്പെടുന്നതിന് മുൻപും ശേഷവുമുള്ള അവസ്ഥയോടാണ്. ആകെ ഒരു ആശ്വാസമുണ്ടായിരുന്നത് മുരുകൻ്റെ തയ്യൽ കടയായിരുന്നു. വൈകിട്ട് എൻ്റെ വിധിയെ പഴിച്ച് ഞാൻ അവിടെ കുറേ നേരം ഇരിക്കും. അവൻ എന്നെ ആശ്വസിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചിരുന്നു. 10ൽ തോറ്റപ്പോൾ തയ്യൽ കട തുടങ്ങിയ അവൻ പ്രീ ഡിഗ്രി മാത്രം പാസ്സായ എനിക്ക് തുടങ്ങാൻ പറ്റിയ ബിസിനസ്സുകളെക്കുറിച്ച് തലപുകച്ചു. റീവാലുവേഷന് കൊടുക്കാനും അവൻ എന്നെ പ്രേരിപ്പിച്ചു. ഒന്നല്ല 2 പേപ്പർ ഉള്ളതുകൊണ്ട് റീവാലുവേഷന് കൊടുത്താൽ എന്തെങ്കിലും ഫലമുണ്ടാകുന്നതിൻ്റെ പ്രോബബിലിറ്റി എനിക്ക് ഓസ്കാർ കിട്ടുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞു നോക്കിയെങ്കിലും അവൻ വിട്ടില്ല. അതുകൊണ്ട് മാത്രം വീട്ടുകാർ പോലും അറിയാതെ ഞാൻ 2 പേപ്പറും റീവാലുവേഷന് കൊടുത്തു. കഷ്ടകാലം വരുമ്പോഴാണ് ഓരോരുത്തരുടെ തനിനിറം മനസ്സിലാവുക. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള പലരും സൈക്കോകളാണെന്ന് നാം തിരിച്ചറിയും. നീ പൊട്ടിയല്ലേ എന്ന് വലിയ അക്ഷരത്തിലെഴുതി 15 പൈസയുടെ കാർഡ് എനിക്ക് അയച്ചു എൻ്റെ ഒരു ഉത്തമ സുഹൃത്ത്. ചെറിയൊരു ബ്രീഫ് കേസും പിടിച്ച് സൈറ്റ് ഓഫീസിൽ പോകാൻ ബസ് സ്റ്റോപ്പിലെത്തുമ്പോൾ പെട്ടിയിലെന്താ ചീട്ടുകെട്ടും ചോറും പൊതി ആവുംല്ലേ എന്ന് എല്ലാവരും കേൾക്കാൻ ബാസ് കൂട്ടി ചോദിച്ച് ആത്മനിർവൃതി അടഞ്ഞു മറ്റൊരു മൂരാച്ചി സുഹൃത്ത്. അവനിപ്പോൾ എവിടെയോ പപ്പടക്കെട്ട് വിൽക്കുകയായിരിക്കും. സൈറ്റിൽ കമ്പിയുടെ കണക്കും സിമൻ്റ് എത്ര ചട്ടിയിടണമെന്നും മറ്റും ഒരു മര്യാദയ്ക്കെങ്കിലും ചോദിക്കാറുണ്ടായിരുന്ന ഗോപിയേട്ടൻ്റെ മേസ്തിരി സംശയം ചോദിക്കൽ പാടെ നിർത്തിക്കളഞ്ഞത് എനിക്കേറ്റ മറ്റൊരടിയായിരുന്നു. ഗോപിയേട്ടൻ എന്നെ കറണ്ടിൻ്റെ ബില്ലടയ്ക്കാൻ അയച്ചതായിരുന്നു അന്നത്തെ ജീവിതത്തിലെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ്. ഏകദേശം 6 മാസത്തോളം ഈ ഗതി തുടർന്നു. ഞാൻ ഈ കാലയളവിൽ അനുഭവിച്ച മാനസിക സംഘർഷം, അവഗണന, മാനഹാനി എല്ലാം കൂടിയ ഒരു ജ്യോതിഷിക്ക് അർമാദിച്ച് കഷ്ടകാലം പ്രവചിക്കാനുള്ള എല്ലാ സ്കോപ്പും ഉണ്ടായിരുന്നു. പക്ഷേ ധർമ്മജൻ ഏതോ സിനിമയിൽ പറഞ്ഞ പോലെ ആരോട് പറയാൻ,
ആര് കേൾക്കാൻ? അല്പം ഫ്ലാഷ് ബാക്ക്. ഫൈനൽ പരീക്ഷയ്ക്ക് ശല്യമില്ലാതെ പഠിക്കാൻ രാമദാസ് തിയേറ്ററിനടുത്തുള്ള ഒരു ചെറിയ ലോഡ്ജിൽ ഞാൻ കുറച്ചിടെ താമസിച്ചിരുന്നു. അന്നവിടെ ഒരു ജ്യോതിഷ പണ്ഡിതനുണ്ടായിരുന്നു. അയാളെ കാണാൻ സാമാന്യം നല്ല തിരക്കുമുണ്ടായിരുന്നു. എൻ്റെ ഭാവി എന്താകുമെന്നറിയാനുള്ള ഔത്സുക്യം കൊണ്ട് അന്നൊരു ദിവസം അദ്ദേഹത്തെ കണ്ടിരുന്നു. ഗണിച്ചു നോക്കി അന്ന് അദ്ദേഹം പറഞ്ഞത് അച്ചട്ടായി. മനസ്സുഖം വർദ്ധിക്കും, ഔദ്യോഗിക രംഗത്ത് നേട്ടമുണ്ടാവും, മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരും. ആഹാ, അന്തസ്! പഴയ പോൾ നീരാളി പറയുമോ ഇത്രയും കൃത്യമായി? മലയാറ്റൂരിലെ വർക്ക് സൈറ്റിനടുത്ത് വീടെടുത്തായിരുന്നു പിന്നീട് കുറച്ചുനാൾ എൻ്റെ താമസം. വീട്ടിൽ നിന്ന് മാറി നിൽക്കുക എന്നത് എൻ്റെ ആവശ്യമായിരുന്നല്ലോ. വീക്കെൻഡിൽ വീട്ടിൽ വന്നു പോകും. എനിക്ക് ഓർമ്മയുണ്ട്, അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ ഏറെ വൈകി. എന്നത്തെയും പോലെ അച്ഛനും അമ്മയും എന്നെ കാത്തിരിപ്പുണ്ട്. കുളി കഴിഞ്ഞ് ഉണ്ണാനിരുന്നപ്പോൾ അച്ഛനൊരു കവർ കൊണ്ടുവന്നു തന്നു. മോനെ, ഇതിന്നലെ മെയിലിൽ വന്നതാണ്. തുറന്നു വായിച്ചു തുടങ്ങിയപ്പോൾ അക്ഷരങ്ങൾ പതിയെ മങ്ങുന്നു. ഒന്നും വ്യക്തമായി കാണുന്നില്ല. എന്താ മോനെ കരയുന്നത്? അമ്മയുടെ ശബ്ദത്തിൽ പരിഭ്രമം. കാവിലെ പാട്ടുമത്സരത്തിൽ പോയി ജയിച്ചു വന്നിരിക്കുകയാണ് അമ്മയുടെ ഈ മോൻ. മോൻ എന്തൊക്കെയായി പറയുന്നത്? അമ്മേ, ഞാൻ എഞ്ചിനീയറിംഗ് പാസ്സായി. റീവാലുവേഷന് കൊടുത്ത 2 പേപ്പറിലും നല്ല മാർക്കുണ്ട്. പൂച്ച പുലിയായത് നിമിഷ നേരം കൊണ്ടാണ്. അമ്മേ, എനിക്ക് കമ്പനിയുടെ ഹെഡ് ഓഫീസിൽ പ്രോജക്റ്റ് ഡിസ്കഷൻ ഉള്ളതാണ്. പാൻറ്റും ഷർട്ടും നന്നായി തേച്ചു വയ്ക്കൂ. അച്ഛാ, ഗൾഫിൽ പോകാനുള്ളതാണ്. അറബിക് പഠിക്കാനൊരു ട്യൂഷൻ മാസ്റ്ററെ എത്രയും പെട്ടെന്ന് ഏർപ്പാടാക്കൂ. അങ്ങനെ 6 മാസം കൊണ്ടൊരു പ്രീ ഡിഗ്രിക്കാരൻ എഞ്ചിനീയറായ കഥ ഇവിടെ നിർത്തുന്നു.